ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണാധികാരിയായ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒടുവിൽ രാജി സമർപ്പിച്ചിരിക്കുന്നു. രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട പരീക്ഷ നടത്തുന്നു. 20 ലക്ഷത്തിൽ പരം വരുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും മികച്ച രീതിയിൽ പരീക്ഷ എഴുതുന്നു. എന്നാൽ ചോദ്യപേപ്പറിൻ്റെ ചോർച്ച കാരണം പരീക്ഷ മാറ്റിവെക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ രാജ്യത്തിന് നഷ്ടമായത് ഏറ്റവും മികച്ച വിദ്യാർത്ഥികളെയാണ്. മാനസിക സംഘർഷം സഹിക്കവയ്യാതെ 20-ൽ പരം വരുന്ന വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതിനെ തുടർന്ന് രാജ്യ തലസ്ഥാനത്ത് യുവജന കൂട്ടായ്മ രൂപീകരിക്കപ്പെടുന്നു. CJPയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു യുവജന പോരാട്ടം ഡൽഹിയിൽ ഈയിടെ ഉണ്ടായി. എന്നാൽ പല ഘട്ടങ്ങളിലും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ അവരുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയെ ചേർത്ത് നിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ യുവജന പോരാട്ടത്തിന് മുന്നിൽ ഒടുവിൽ 56 ഇഞ്ചുകാരന് തലകുനിക്കേണ്ടി വന്നു. നമ്മളുടെ എക്കാലത്തെയും പോരാട്ടങ്ങളുടെ വീര്യമാണ് നാം ഇന്ന് നേടിയെടുത്തിട്ടുള്ള ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി. കേവലം പരീക്ഷ പേപ്പർ ചോർന്നതിലൂടെ മാത്രമല്ല, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജനങ്ങളും ഈ കേന്ദ്രഭരണത്തിൽ അങ്ങേയറ്റം പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ ഭരണം അവരുടെ അവസാന കാലഘട്ടങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ആരാലും വിശ്വസിക്കപ്പെടാത്ത രീതിയിലുള്ള പോരാട്ടങ്ങളാണ് ഇന്ത്യൻ യുവജനത ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും. മോദിയുടെ അധികാരങ്ങളുടെ ആണിക്കല്ലിളകുന്നതുവരെ ഇന്ത്യൻ യുവജനത പോരാടി മുന്നോട്ട് വരും. നമുക്കുറപ്പുണ്ട്, നമ്മൾ നടത്തിയ പോരാട്ടങ്ങളുടെ ഏറ്റവും മികച്ച, ഏറ്റവും ആനന്ദകരമായ, ഏറ്റവും സന്തോഷകരമായ ഒരു റിസൾട്ടാണ് നമുക്കിന്ന് ലഭിച്ചത്. അപ്രതീക്ഷിതവും എന്നാൽ പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള ഒരു രാജി. മോദിയുടെ ഏറ്റവും തലകുനിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് ഇന്ത്യയെ എത്തിച്ചത് നരേന്ദ്രമോദിയുടെ കെടുകാര്യസ്ഥതയും ദുർഭരണവുമാണ്. ഇനിയും പരീക്ഷകൾ വരും. ചോദ്യപേപ്പർ ചോരാത്ത രീതിയിലുള്ള, പഴുതടച്ച രീതിയിലുള്ള പരീക്ഷകൾ നടത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കണം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ യുവജനതയെ നിരാശരാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ഇന്ന് നടന്നിട്ടുള്ള അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന ഡൽഹിയിലെ മാർച്ചിൽ ഏറ്റവും മികച്ച രീതിയിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഒട്ടനവധി സഖാക്കൾ ഡൽഹിയിലെത്തിയിട്ടുണ്ട്. എല്ലാ സഖാക്കൾക്കും, ഈ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി പങ്കെടുത്ത യുവജനങ്ങൾക്കും യുവതികൾക്കും എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ അഭിവാദ്യങ്ങൾ നേരുന്നു.